ആരാധന അങ്ങയ്ക്കാരാധന, എന്നേശുവേ അങ്ങയ്ക്കാരാധന. ആരാധന അങ്ങയ്ക്കാരാധന, എന്നേശുവേ അങ്ങയ്ക്കാരാധന. അങ്ങെപ്പോലൻ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരും നിൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവവും. ആരാധന അങ്ങയ്ക്കാരാധന, എന്നേശുവേ അങ്ങയ്ക്കാരാധന. ആരാധന അങ്ങയ്ക്കാരാധന, എന്നേശുവേ അങ്ങയ്ക്കാരാധന. അങ്ങെപ്പോലൻ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരും നിൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവവും. ആരാധന അങ്ങയ്ക്കാരാധന, എന്നേശുവേ അങ്ങയ്ക്കാരാധന. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. സദൃശവാക്യങ്ങൾ 3 അതിൻ്റെ 5-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്ത വിവേകത്തിൽ ഊന്നരുത്. ബൈബിളിലെ ഒരു പ്രധാന വിഷയമാണ് വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ അടുത്തൊരു പടിയാണ് വാസ്തവമായി ആശ്രയിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുമ്പോൾ ആരും സഹായിക്കാൻ കൂടെയില്ല എന്നൊരവസ്ഥയൊക്കെ വരുമ്പോൾ, രോഗത്തിൻ്റെ അവസ്ഥയിലായിക്കോട്ടെ, വൈദ്യശാസ്ത്രപ്രകാരം സൗഖ്യമില്ല എന്ന് പറയുന്ന അവസ്ഥയായിക്കോട്ടെ, ഏതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, അതിൽ നിന്നാണ് നമ്മൾ ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുന്നതും അനുഗ്രഹം പ്രാപിക്കുന്നതും. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മനുഷ്യൻ പലപ്പോഴും കടന്നു ചെല്ലുന്നു. എന്നിട്ട് വിശ്വാസത്താൽ യേശുവിൻ്റെ നാമം ഉപയോഗിക്കുന്നു, രോഗസൗഖ്യങ്ങൾ പ്രാപിക്കുന്നു, അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നു. അപ്പോൾ തന്നെ അതിനപ്പുറത്ത് ഒന്നും നടക്കാതെ ഇരിക്കുമ്പോൾ, എല്ലാം പ്രതികൂലമായിരിക്കുമ്പോൾ, യേശുവിൽ അങ്ങോട്ട് ആശ്രയിച്ച് തങ്ങളുടെ വിഷയം, അത് കർത്താവ് പറയാം, നിങ്ങളുടെ ഭാരമെല്ലാം എൻ്റെ മേൽ വെക്ക്, ഞാൻ നിന്നെ പുലർത്താം. അപ്പോൾ യേശു ക്രിസ്തുവിൽ ആശ്രയിച്ച് വിശ്വാസം അർപ്പിച്ചിട്ട് ഒരു ആശ്രയത്തിലേക്ക് വരികയാണ്. വേറെ ഒരു ആശ്രയമില്ല ഈ ഭൂമിയിൽ. കാര്യം സങ്കീർത്തനക്കാരൻ പറയണം, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതാണ്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നതാണ് നല്ലത്. അത് യേശുവിൽ ആശ്രയിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ വിളിച്ചു പറഞ്ഞു, കർത്താവായ യേശുവിലാണ് വിശ്വസിക്കേണ്ടത്, യേശുവിലാണ് ആശ്രയിക്കേണ്ടത്, എന്നാൽ നാം നമ്മുടെ കുടുംബവും കൂടെ രക്ഷപ്പെടണം. ഇവിടെ പറയുകയാണ് പൂർണ്ണ ഹൃദയത്തോടെ. എങ്ങനെയാണ് യേശുവിൽ ആശ്രയിക്കേണ്ടത്? പൂർണ്ണ ഹൃദയത്തോടെ. ദൈവത്തെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ്? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് ഒരു വ്യക്തി പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെയാണ് ദൈവത്തിൽ ആശ വെക്കുന്നതെങ്കിൽ, ആശ്രയിക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? കർത്താവ് പറയാ, സ്വന്തം വിവേകത്തിൽ ആ വ്യക്തി പിന്നെ ഊന്നരുത്. അതിനാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് കൂട്ടിനായി തന്നിരിക്കുന്നത്. ദൈവവചനം പറയുകയാണ്, പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും.
പരിശുദ്ധാത്മാവ് എന്നും നമ്മോട് കൂടെ ഇരിക്കും. പരിശുദ്ധാത്മാവ് നമുക്കെന്നും സഹായകനായി കൂടെയിരിക്കും. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തേയില്ല. പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ എന്നേക്കും നിങ്ങളോട് കൂടെയിരിക്കും, സകല സത്യത്തിലും വഴി നടത്തും. ഇപ്പം ആരുമില്ല, എനിക്ക് ആരും ആശ്രയിക്കാനില്ല എന്ന് പറയുന്ന വ്യക്തി ജീവിതങ്ങൾ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ വിശ്വസിച്ചോണം, കർത്താവിൽ ആശ്രയിച്ചോണം, പൂർണ്ണമായി ആശ്രയിച്ചോണം. മനുഷ്യന്മാരിലല്ല ആശ്രയിക്കേണ്ടത്. കർത്താവിന് ആശ്രയം വെക്കാമെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരു അത്ഭുതമായി തീരുക തന്നെ ചെയ്യും. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. സ്വന്തം വിവേകത്തിൽ നമ്മൾ ഊന്നരുത്. എന്നിട്ട് പറയാം, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ ആശ്രയം വെക്കുമ്പം ആ നിലവിൽ പോലും പിന്നെ യേശു 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 എന്നുള്ള ചിന്തയാണ്. ഇവിടെ പറയുകയാണ്, നിന്റെ എല്ലാ വഴികളിലും യേശുവിനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ എന്ത് ചെയ്യും? നേരെയാ. കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയുടെ പാതകൾ അവർക്ക് നേരെയാവും എന്ന് പറഞ്ഞാൽ അവരുടെ വാതിലുകൾ അവരുടെ മുമ്പിൽ തുറക്കും, അവർ വഴികൾ നേരെയായി തീരും, അവർ ഉയർച്ച തന്നെ പ്രാപിക്കും. ഇവിടെ പറയാണ്, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. നമുക്ക് തന്നെ തോന്നരുത് നമ്മൾ വലിയ ജ്ഞാനിയാണ്, ഞാൻ ഏതാണ്ടൊക്കെ ചെയ്യും, അങ്ങനെ ചിന്തിക്കരുത്. കർത്താവിൽ ആശ്രയിക്കുക. നമ്മുടെ ധനത്തിലോ സൗന്ദര്യത്തിലോ ആരോഗ്യത്തിലോ ഒന്നും പുകഴരുത്, പ്രശംസിക്കരുത്. പിന്നെ കർത്താവിൽ ആശ്രയം വെക്കുക എന്ന് പറയാ. നിനക്ക് ജ്ഞാനിയായിട്ട് നീ തോന്നരുത്. യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടു മാറുക, അത് നിന്റെ നാഭിക്ക് ആരോഗ്യവും അസ്ഥികൾക്ക് തണുപ്പുമായിരിക്കും. എന്നിട്ട് പറയണം, യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെ ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുക. അങ്ങനെ കളപ്പുരകൾ നിന്റെ സമൃദ്ധിയായി നിറയും, നിന്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞ് ഒഴുകും. അത് പിന്നെ തുടർന്ന് പറയുമ്പോൾ യഹോവയിൽ ആശ്രയിക്കുന്നവർക്കുള്ള വേറെ ചില കാര്യങ്ങളും, അവൻ്റെ വലം കൈയിൽ ദീർഘായുസിരിക്കും, ഇടം കൈയിൽ ധനവും മാനവും ഇരിക്കുന്നു. സദൃശവാക്യം 3:6 തന്നെ പറയാണ്, അവൻ്റെ വഴികളിൽ ഇമ്പമുള്ള വഴികളും അവൻ്റെ പാതകളിലെല്ലാം സമാധാനവുമായി മാറും. അവനെ പിടിച്ചുകൊള്ളുന്നവർക്ക് അത് ജീവവൃക്ഷമാകും, അതിനെ കരസ്ഥമാക്കുന്നവർ ഭാഗ്യവാന്മാരാകും. അതുകൊണ്ട് തുടർന്ന് 21 പറയാം, മകനെ ജ്ഞാനവും വകതിരുവും കാത്തുകൊള്ളുക, അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്, നിനക്ക് ജീവനും നിന്റെ കഴുത്തിന് അത് അലങ്കാരവുമായി. അങ്ങനെ നീ നിർഭയമായ വഴിയിൽ നടക്കും, നിന്റെ കാൽ ഇടറുകയില്ല. നീ കിടപ്പാൻ പോകുമ്പോൾ നീ പേടിയുണ്ടാകില്ല, കിടക്കുമ്പോൾ നിന്റെ ഉറക്കം സുഖകരമാകും. അപ്പം എന്നിട്ട് പറയാണ്, ദുഷ്ടന്മാർക്ക് വരുന്ന നാശനിമിത്തം നീ ഭയപ്പെടത്തില്ല, യഹോവ നിന്റെ ആശ്രയം ആയിരിക്കും, അവൻ നിന്റെ കാൽ കുടുങ്ങാതെ വണ്ണം കാക്കും. യഹോവ ആശ്രയമായിരിക്കുന്നവരുടെ കാര്യ ഇവിടെ പറയുന്നത്. അതെങ്ങനെയാണ് ആശ്രയിക്കേണ്ടതെന്നും പറഞ്ഞു. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. പിതാവേ, പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അരുൾ ചെയ്യുന്ന വചനങ്ങൾക്കായി ഞങ്ങൾ ദിനംതോറും കർത്താവിന് മഹത്വം കരേറ്റുന്നു. കർത്താവെ, ഞങ്ങളെ ഇന്ന് കേൾപ്പിച്ചല്ലോ, കർത്താവിനെ ആശ്രയിക്കുന്നത്, യേശുവിനെ ആശ്രയിക്കുന്നത് അത് പൂർണ്ണ ഹൃദയത്തോടെ വേണം. സ്വന്തം വിവേകത്തിൽ ഒരിക്കലും നാം പാടില്ല. അങ്ങനെ കർത്താവ് നിങ്ങൾക്കൊരാശ്രയമായി തീരുമെന്ന് കൽപ്പിച്ച വചനത്തിനായി സ്തോത്രം. ഇതിനെ കേൾക്കുന്ന രോഗികൾ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കാനും വിടുതൽ പ്രാപിക്കാനും ഇടയാകട്ടെ. അപ്പോൾ തന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ജീവിതത്തിൻ്റെ വിവിധ പ്രാർത്ഥനാ വിഷയമുള്ളവർ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കാനും യേശുവിൻ്റെ നാമം ഉപയോഗിച്ച് വിടുതൽ പ്രാപിക്കാൻ അവർക്കിടയാകട്ടെ. എന്നെ കേൾക്കുന്ന രോഗികൾ രോഗസൗഖ്യം അവരുടെ ജീവിതത്തിലുണ്ടാവട്ടെ. ഹൃദയഭാരങ്ങളെല്ലാം യേശു ക്രിസ്തുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളിലും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു.
സകല മഹത്വമാർക്കപ്പെട്ട കുഞ്ഞാടിൻ യേശു ക്രിസ്തുവിൻ പുണ്യനാമത്തിൽ പിതാവേ, ആമേൻ. അങ്ങെപ്പോലൻ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരും നിൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവവും. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. അങ്ങെപ്പോലൻ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരും നിൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവവും. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന.